പണിയില്ലടാ, നിൻ്റെ കണ്ണട വെച്ചിട്ടുള്ള കളി നിർത്തടാ, നിനക്ക് വയസ്സതി പോയി പണിയെടുക്കടാ, ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടേനെ പറ്റിയിട്ടാണ്, കൂളിംഗ് ഗ്ലാസിനെ പറ്റിയിട്ടാണ് വലിയ ആക്രമണം ഞാനും മമ്മൂട്ടിയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. അതെന്തായാലും നമുക്കൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് ഒരു സമാധാനം കിട്ടട്ടെ. കണ്ണാട വയ്ക്കുന്നുണ്ടാണ്. മമ്മൂട്ടി ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ തൃശ്ശൂരിലെ വലിയൊരു ഹോട്ടലിലെ തൃശ്ശൂർ എലൈറ്റ് ഇൻ്റർനാഷണലിലെ ഒരു റൂം ബോയ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് തൃശ്ശൂർ വേറൊരു ഹോട്ടലും വലുതില്ല. ഏറ്റവും വലിയ ഹോട്ടൽ ഇതാണ്, 3 സ്റ്റാർ ഹോട്ടൽ. ഇന്നിപ്പോൾ ഇഷ്ടം പോലെയൊക്കെയായി. ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ ഇപ്പോൾ അത് തന്നെയാണ്. എന്നിരുന്നാലും അവിടെ ഒരു 5-10 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്യാൻ തൃശ്ശൂർ വരുന്നതെല്ലാം എലൈറ്റിലാണ് എല്ലാവരും താമസിക്കുക. ജയൻ്റെ പടങ്ങൾ, ചാകര, അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം കാലത്ത് ഒരാൾ കാർ പാർക്കിൽ ഒരു സൂക്കേഴ്സും കൊണ്ട് ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോൾ മമ്മൂട്ടീന്, അന്ന് മമ്മൂട്ടി തൃഷ്ണ കഴിഞ്ഞ് വരുന്ന സമയമാണ്, ഊട്ടിയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന സമയം. നോക്കിയപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഭയങ്കര പരിക്ക്, ചുവന്ന കളറായിട്ടിരിക്കുക. മൂപ്പരങ്ങനെ റൂമിൽ വന്നിട്ട് ചായ കൊണ്ടുകൊടുത്ത് ഞാനപ്പോൾ ചോദിച്ചു എന്താണ് മുഖത്ത് ഇങ്ങനെ ചോദിച്ചു. പറഞ്ഞു ഒരു കാല് തെറ്റി ഒരു സ്ഥലത്തേക്ക് വീണതാണ്, അപ്പോൾ ഉരഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേക്കപ്പുമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാറ്റാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വഴിയാണ്, നമുക്ക് ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാമല്ലോ, ഡോക്ടർ ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരല്ലോ. വാങ്ങി അത് പറ്റില്ല. ഇവിടെ മുഖത്ത് ഒരു കെമിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അലർജിയായിട്ട് മാറും. ആയുർവേദമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഒരു ആയുർവേദത്തിൻ്റെ ഒരു കൂട്ട് കൊണ്ടുപോയി ആൾക്ക് കൊടുത്തു. ആളതൊക്കെ തേച്ച് ഒറ്റ ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് റിസൾട്ട് കിട്ടി. എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടീഷനായി. അപ്പോൾ മൂപ്പര് വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് ഒരു 50 രൂപയും തന്നു. അന്നത്തെ കാലത്ത് 50 രൂപ 500 രൂപ. അങ്ങനെ അത് കഴിഞ്ഞ് മൂപ്പര് പോയി. അതന്ന് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞ ആ പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരായിരുന്നു കംപ്ലീറ്റ്. അന്ന് മൂപ്പര് അത് വന്നു. അത് കഴിഞ്ഞ് പോയിട്ട് മൂപ്പര് പിന്നെ വന്നത് ഒരു നോക്ക് കാണാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് തൃശ്ശൂരായിരുന്നു. അംബിക, ശങ്കർ, എല്ലാവരും താമസിക്കുന്ന എലൈറ്റിലാണ്. അപ്പോൾ അന്ന് അത് ചെയ്തതിൻ്റെ ഒരു നന്ദി കൂടി ആളെന്ന് ഓർത്ത് പറഞ്ഞെന്നോട്. അന്നും കിട്ടിയ ഒരു 50 രൂപ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം നമ്മളവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളോളം മമ്മൂട്ടീനെ കണ്ടുമില്ല. മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, എല്ലാം കാണും. ഒരു സാഹചര്യത്തിലും കാണാറില്ല. പിന്നെ ആ കാലത്ത് തന്നെ IV ഐശ്വര്യ